എബ്ബാടി പുണ്യാളൻ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ ചാനലിൽ ഞാനൊരു വ്ളോഗ് ചെയ്യണം. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു മധുരം വെപ്പ് വ്ളോഗാണ്. അനിയത്തിയുടെ കല്യാണമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ചെറിയ വ്ളോഗാണ്. ആദ്യം ഞാനിപ്പോൾ ലാലാലാൻഡിൽ കേക്ക് മേടിക്കാൻ വന്നാൽ മധുരം വെപ്പിന് മുറിക്കാനായിട്ട്. കസിൻസ് എല്ലാം ഉണ്ട്. കുറച്ച് 2-3 അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്മാരിപ്പോൾ വീട്ടിൽ പോയി. ഇപ്പോൾ കേക്കും പരിപാടികൾ, വേറെ കുറച്ച് കേക്കും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മധുരം വെപ്പിനുള്ള കേക്കുമായിട്ട് വീട്ടിലോട്ട് പോയാണ്. അവിടെ കസിൻസ് കുറേ പേര് വന്നിട്ടുണ്ട്, എത്താത്തവരുണ്ട്. ഓക്കെ, നമുക്ക് അവിടുത്തെ പരിപാടികളെല്ലാം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു. വീട്ടിൽ ചെന്നിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. എല്ലാവരും ഉടുത്തൊരുങ്ങി റെഡിയായിട്ടിരിക്കുള്ളൂ, സെറ്റായിട്ടിരിക്കുള്ളൂ. ദൈവമേ, കേക്കിൻ്റെ അവസ്ഥ എന്തായാവോ. പുറകിൽ ഒരെണ്ണം കിടപ്പുണ്ട്, നോക്കാം. എല്ലാം ഇത് കൊണ്ടായിട്ട് നോക്കി അതിന് ഉള്ളു വെച്ച് നോക്ക്. ആ ഫ്രീസറിലല്ല, ആ നോക്കിയ തുറന്നേത് കേക്കിന്റെ അവസ്ഥ തന്നെ നോക്കാം. ഫ്രിഡ്ജ് വെക്കാം. അതല്ല, ആ കേക്കല്ല ഇത്, മുറിച്ചത്. പതുക്കെ കുഴപ്പമില്ല, തള്ളിക്കോ. വെട്ടി വീഴുമോ എന്താ അവനെന്തി? ആ, നീ എപ്പോഴാ വന്ന്? അങ്ങനെ ഏകദേശം കാര്യങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം ആൾക്കാരെത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്താന്നൊക്കെ കണ്ടറിയാം. ഗൗരവം ഇവിടെ ചിരിക്കാൻ കൂടെ. ബൈബിളിന്റെ ഇവരെന്തോ പരുതുന്നു. ആണോ? തൽക്കാലം വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിക്കോ, അല്ലെങ്കിൽ താഴെ കൊണ്ടുവരും. കൊണ്ടുവരുന്നു അവിടെ ഇട്ടോ. കുറച്ചുമ്പോൾ എടുത്ത് ഒതുക്കേണ്ടി വരുമായിരിക്കും വണ്ടിയിലവിടെ വരുമ്പോഴേ. അവിടെ കയറ്റിട്ടോ. ചേച്ചി ഇറങ്ങ്, ടീച്ചർ. തലമുടി ഇതെല്ലാം ഒരു കളർ അടിച്ചിട്ട് സീന്. സായിപ്പല്ല അറബി. ഇവിടെ ഉറങ്ങിയോ? നല്ല ഉറക്കാന്ന് തോന്നുന്നു. ഹലോ, എന്നോട് പറഞ്ഞിട്ടിരിക്കാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞേക്കണേ.
അമ്മയ്ക്ക് കല്യാണത്തെ കുറിച്ച് 2 വാക്ക്. ഇവരെന്നാ പറയണത് വല്ലതും അറിയോ? എനിക്ക് മേലെ കല്യാണപ്പെണ്ണ് നമ്മളിപ്പൊ പുട്ടിയിട്ട് ഇറക്കിയുള്ളൂ. നീ കയറിയിരുന്നോ? ഇത് ഞാൻ മറ്റേ എവിടെ ഇല്ല എടുത്തതല്ല, ഇത് മറ്റേ തുണി എടുത്ത് തയ്പ്പിച്ചതാ. ഇനി അങ്ങോട്ട് ചെയ്തിട്ട് അവരോട് ആരും ഇട്ട് തരാൻ പറ. കളർ ഇടണം. എന്റെ കയ്യിലൊരു ഇത് വെക്കാൻ പറ്റിയില്ലടാ. എന്ത് നഖം വെള്ളിയാഴ്ച പോയി നഖം വെച്ചിട്ട് വന്നാലോ? ആ നഖം വെച്ചില്ലേ, ഒരു മെനയില്ല. വെള്ളിയാഴ്ച പോയി നഖം വെച്ചിട്ട് വന്നാലോ? പക്ഷെ പുറത്തു വിടത്തില്ലടാ, പുറത്തു വിടത്തില്ല. നിനക്ക് അറിഞ്ഞൂടെ മറ്റേ പുറത്തു പോയി അവിടെ ഏതാണ്ട് തേങ്ങ ഉണ്ടാവുന്ന പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചോണ്ട് നിന്ന് പുറത്തു പോയാൽ മാത്രമുള്ള പ്രശ്നം. അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്താണ്. നമുക്ക് വേണ്ടി ടീച്ചർ താജ്മഹൽ പണിയാണ്. യാരിത് യാരിത് എനിക്ക് ഇതൊക്കെ നിന്റെ പെങ്ങളെ കൊടുക്കാനാപ്പെട്ട പാടെനിക്കറിയാം. ലൈറ്റ് ഇടാൻ പറയാം. അങ്ങനെ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മുടെ മധുരം വെപ്പിന്റെ പരിപാടിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഒന്ന് ചിരിച്ചടാ. ഓ എൻ്റെ പൊന്നെ, അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം കയറ്റുന്നവൻ. ടീമെല്ലാം ഇറങ്ങുന്നുണ്ട്. ചിരിക്കേ ചിരിഷ്മേ. അത് ഓണാണോ? പൊട്ടിക്കേ പൊട്ടിക്കേ. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്.
കൊടുക്കൂട് നമ്മളിപ്പോ കാണാൻ പോണ മരിയം ക്യാട്ടറിന്റെ ഉടമ പാട്ട് പാടുന്നതാണ്. പോലെ 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 ടീച്ചർ 2 വാക്ക് സംസാരിച്ചിട്ട് പോകും. ടീച്ചർ 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 പോലെ ചേച്ചി പോവാ. അങ്ങനെ നമ്മൾ അവസാനിച്ചിട്ടുണ്ട് പരിപാടികളൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ കേട്ടോ. നാളത്തേക്കുള്ള പരിപാടികളാണ്. അപ്പോൾ ബാക്കി ബൈ.